കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ഇരിങ്ങത്ത് ഗ്രീൻ ഓക്ക് കല്യാണ മണ്ഡപത്തിൽ കാറ്ററിംഗ് ജോലിക്കെത്തിയ ഹിന്ദു വനിതാ ജീവനക്കാരോട് നെറ്റിയിലെ സിന്ദൂരം മാച്ചു കളഞ്ഞിട്ട് ജോലിക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞു. തട്ടം ഇട്ടിട്ട് ജോലിക്ക് കയറിയാൽ മതിയെന്ന് പറഞ്ഞു. പലരും പാവങ്ങൾ അഷ്ടിക വക ഒപ്പിക്കാനാണല്ലോ ജോലിക്ക് വരുന്നത്, അവരതുപോലെ ചെയ്തു. വേറെ കുറേ ആളുകൾ വീട്ടിൽ പട്ടി കിടന്നാലും ഞങ്ങൾ ശീലിച്ച ചില കാര്യങ്ങളുണ്ട്, സംസ്കാരാദി കാര്യങ്ങൾ, അതിൽ ഞങ്ങൾ പിന്മാറില്ലെന്ന് പറഞ്ഞ് ജോലി ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഇവിടെ നമ്മളുടെ TG മോഹൻദാസിൻ്റെ പ്രസ്താവനകൾക്കൊക്കെ പ്രസക്തി ഏറുകയല്ലേ, അഥവാ പ്രസക്തി ഏറ്റിക്കൊടുക്കുകയല്ലേ? നിരത്തണം അതേ മാർഗമുള്ളൂ. സത്യാനന്ദ സരസ്വതി, ചേങ്കോട്ടുകോണം സംപൂജ്യ സ്വാമിജി സത്യാനന്ദ സരസ്വതി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓർമ്മിക്കാം. ഹിന്ദുക്കളെ കോപമെന്നോ പദയം വിളിച്ചു ജന്തുക്കളെ നാടാ, ജന്തുക്കളെ നിങ്ങൾ എവിടേക്ക് പോകുമെടാ എന്നാണ് ചോദിച്ചത്. തിരുവനന്തപുരം മാഞ്ഞാലിക്കുളം മൈതാനിൽ വെച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട വാക്കുകളാണ്. പിന്നെ വീഡിയോയിൽ ഇതൊക്കെയും കേട്ടു. ഗതി കെട്ടാൽ നിങ്ങൾ എവിടേക്ക് പോകുമെടാ ജന്തുക്കളെ, അറബിക്കടലെടുത്ത് ചാടേണ്ടി വരില്ലേ നിങ്ങൾക്ക്? യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ ബുൾഡോസർ പരിപാടികൾ, അതിനെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോ മനോഭാവം ഇവിടുത്തെ ഹിന്ദുക്കളിൽ വളർന്നു വരികയാണോ? സംശയം കൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഹിന്ദുക്കൾ ഉറുദു വായിക്കാൻ തുടങ്ങി. പണ്ട് ഏതോ ഒരു അമേരിക്കൻ ഓഫീസർ അവിടെയുള്ളൊരു കറുത്ത പ്രശ്നക്കാരൻ്റെ കഴുത്തിൽ ചവിട്ടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശ്വാസം നഷ്ടപ്പെടുന്നു, ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല, ഈ അമേരിക്കയിൽ എനിക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ അദ്ദേഹം മരിച്ചു അവസാനം. അതുപോലെ ഹിന്ദുക്കൾക്ക് ശ്വാസം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. 56% ഹിന്ദുക്കളെവിടെ? പക്ഷേ ഈ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് തെരുവിലിറങ്ങി ജയ് വിളിക്കുകയാണ്. പ്രകടനം നടത്തുന്ന ഗതികേടിലാണ് ഇപ്പോൾ ഹിന്ദു സമൂഹം. അങ്ങനെയാണെങ്കിൽ പറ്റിയുള്ള ഭൂരിപക്ഷമായാലോ? അതെ, ഭൂരിപക്ഷമായാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് റിഹേഴ്സലാണ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ന്യായീകരണം വരുന്നുണ്ട് പുറകിൽ. കല്യാണ മണ്ഡപം ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുടേതാണ്, കല്യാണം അവിടെ നടക്കുന്നത് അത് ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളുടേതാണ്. അത് നമ്മുടെ ജോലിക്ക് നിൽക്കേണ്ടി വരും. അവരാൾക്കാരെ കിട്ടില്ല, പൈസ കൂടുതൽ കൊടുക്കണം. അപ്പോൾ അവരൊക്കെ വലിയ പണക്കാരായല്ലോ, അപ്പിക്കുപ്പായക്കാർ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ഇഴവ, തീയർ, അല്ലെങ്കിൽ നായന്മാർ, അങ്ങനെയുള്ള ആളുകളെ ജോലിക്ക് വയ്ക്കും തുച്ഛ ശമ്പളത്തിന്. എന്നിട്ട് അവരോട് പറയും, സിന്ദൂരയ്ക്ക് മാറ്റി നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് കാണിക്കണം. ഹിന്ദുക്കളാണെന്ന് കാണിക്കുമ്പോൾ അവർ വെച്ച ആഹാരം ഹറാമല്ലേ, വൃത്തികേടല്ലേ, നമ്മൾ വെക്കുന്നതല്ലേ ഹലാല്. അപ്പോൾ ഇവരെ കാണുന്ന സമയത്ത് പൊട്ടും കുത്തിയൊക്കെ സമയത്ത് ഇവറ്റകളാണ് ആഹാരം വെക്കുന്നത് ചോദിക്കില്ലേ പ്രാകൃത മതക്കാർ. ആയതുകൊണ്ട് നിങ്ങൾക്കൂടെ കാരണം വരണമെങ്കിൽ സിന്ദൂരം മാച്ച് കളയണം, തട്ടം ഇടണം. അപ്പോൾ പറയുന്നത് തട്ടമല്ല, ഒരു തൊപ്പി വെക്കണം എന്നാണ് പറയുന്നത്. തൊപ്പിയൊന്നുമല്ല, അതിപ്പോൾ എല്ലായിടത്തും ചെയ്യുന്നതല്ലേ. ഏത് റെസ്റ്റോറൻറ്റിൽ കയറിയാലും നമുക്ക് ആഹാരം വിളമ്പാൻ വരുന്ന സ്ത്രീകളടക്കം തലയിൽ വെച്ചിട്ടാണ് വരിക. അടുക്കളയിൽ അത് നിർബന്ധമാണ്, അത് ഗവൺമെൻറ് പറഞ്ഞതാണ്, അതല്ല അവിടുത്തെ സംഭവം. തട്ടം തന്നെയാണ്, ഹിജാബ് തന്നെയാണ് പറഞ്ഞത്. കോഴിക്കോട് ഇരിങ്ങത്ത് ഗ്രീൻ ഓക്ക് കല്യാണ മണ്ഡപത്തിൽ കാറ്ററിംഗ് ജോലിക്കെത്തിയ ഹിന്ദു വനിതാ ജീവനക്കാരുടെ നെറ്റിയിലെ സിന്ദൂരം മാച്ചു കളയാനും തട്ടം ധരിച്ച് ജോലി ചെയ്യാനും ആവശ്യപ്പെട്ടു, ഇല്ലെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. സ്ഥാപന ഉടമ ഷെറീഫ് കുമ്മോളി ഇപ്പം അതിൻ്റെ പേരിൽ ആ സ്ഥാപനത്തിനും ആ വ്യക്തിക്കും മേലെ അതിൻ്റെ ഉടമസ്ഥന് നേരെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അതിശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിനെതിരെ കാറ്ററിംഗ് സേവനത്തിനായിട്ടെത്തിയ ഹിന്ദു സമുദായത്തിൽപ്പെട്ട വനിതകൾക്കാണ് ഈ സങ്കടം സഹിക്കേണ്ടി വന്നത്. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നെറ്റിയിലെ സിന്ദൂരപ്പൊട്ട് മാറ്റണമെന്നും നിർബന്ധമായിട്ടും തലയിൽ തട്ടമിടണമെന്നും അതിൻ്റെ ഉടമ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. ഉടമയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പല ആൾക്കാർ തട്ടം ധരിച്ച് പാവങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തിട്ട് കൊണ്ടുപോകുന്ന പൈസ കൊണ്ട് വേണം അവിടെ അരി വാങ്ങിക്കാൻ. അതുകൊണ്ട് അവരത് രണ്ടും കൽപ്പിച്ച് അവരത് ചെയ്തു. പക്ഷേ വിശ്വാസപരമായിട്ടുള്ള ആചാരങ്ങൾ മാറ്റിവെക്കാൻ ഞങ്ങൾ തയ്യാറില്ലെന്ന് പറഞ്ഞ് മറ്റു കുറേ ആൾക്കാർ പ്രതിഷേധിച്ച് ആ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു. ഏതായാലും സാമുദായിക സൗഹാർദ്ദം, നോട്ട് ദ പോയിന്റ്, സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തോന്ന് സാമുദായിക സൗഹാർദ്ദം? സൗഹാർദ്ദം ഒറ്റയ്ക്ക് വേണ്ടതല്ല. ആരോ പറയാറില്ലേ, അറക്കൽ ബീവിയെ കെട്ടാൻ പകുതി സമ്മതം കിട്ടിയെന്ന്. അതെയോ? ആരുടെ സമ്മതം? എൻ്റെ സമ്മതം, എനിക്ക് സമ്മതമാണ്.
ഇനി അറക്കൽ ബീവിയോട് സമ്മതിച്ചാൽ മതിയെന്ന്. സൗഹാർദ്ദം ഹിന്ദുക്കളുടെ ഒരു ഉണ്ടാക്കാൻ പരിപാടിയാണ് സൗഹാർദ്ദം, മതേതരത്വം, മതസൗഹാർദ്ദം. എടോ അത് മറ്റുള്ള കൂട്ടരക്കില്ലേ പിന്നെ എന്തിനാടോ? പിന്നെ എന്തിനാടോ? കുളത്തിട്ട് പിടിക്കാന്ന് പറയും. ഇങ്ങനെ കാണിച്ചു തന്നു അവിടെ ഇങ്ങനെ കാണിക്കുന്ന ചോദിക്കുമ്പോൾ എവിടെ കുളത്തിടാൻ പറ്റുക? അപ്പോൾ അവിടെയും വേണം, അപ്പോഴേ കുളത്തിടാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് രണ്ടുപേരും പരിശ്രമിക്കണം എന്നർത്ഥം. എനിക്കും വേണം സൗഹാർദ്ദം, നിനക്കും വേണം സൗഹാർദ്ദം. അങ്ങനെ സൗഹാർദ്ദത്തിന് അർത്ഥം അതിന് അർത്ഥം ആഭ്യാത്യം ഉണ്ടാകാൻ പോകുന്നുള്ളൂ സാരം. ഏതായാലും പ്രശ്നങ്ങൾ പിടിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്കാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ അല്ലാന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. ഏതായാലും ഈ ഒരു വർഗം ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടല്ലോ ആളുകൾക്ക്. സ്വാമി സത്യാനന്ദ സരസ്വതി പറഞ്ഞ പോലെ, ചെങ്കോട്ടുകോണം സമ്പൂജ്യ സ്വാമിജി പറഞ്ഞ പോലെ, ഹിന്ദു കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചാൽ പോരെ? ഹിന്ദു കല്യാണ മണ്ഡപങ്ങളിൽ കയറിയിട്ട് ഇത് നടത്തിയാൽ പോലെ, വിവാഹം നടത്തിയാൽ പോലെ. ഞാൻ മുട്ടത്തുണ്ടായിരുന്നു. അവിടെ SNDP, ആ മുട്ടം SNDPക്കാരുടെ അധീനതയിലുള്ള, SNDPയുടെ അധീനതയിലല്ല, മുട്ടത്തെ SNDPയിൽ ആരൊക്കെ മെമ്പർമാരുണ്ടോ അവർ അധീനതയിലുള്ള ഒരു സ്ഥാപനം, വളരെ നല്ല സ്ഥാപനം. ഇപ്പോഴത്തെ നല്ല അമ്പലമുണ്ട്, വൃത്തിയും വെടുപ്പും. അതിൻ്റെ പ്രസിഡൻറ്റ് വന്നിട്ടാണ് അവിടെ ചൂലെടുത്ത് അടിച്ചു വാരുക. നടരാജൻ ചേട്ടൻ, നന്ദകുമാർ, അവരൊക്കെയാണ് അവിടെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, ബാബുവേട്ടൻ, അങ്ങനെയുള്ള ആളുകൾ. അവിടെ ഒരിക്കൽ പറഞ്ഞു നമുക്കിവിടെ ഇറച്ചി മീനൊക്കെയും അങ്ങനെ പറഞ്ഞു. അപ്പം എന്താ ഗുണം? അല്ല, കൂടുതൽ കല്യാണം വരുമല്ലോ. അപ്പം എന്താ ഉണ്ടാവുക? കൂടുതൽ പൈസ ഉണ്ടാവുമല്ലോ. അതിന് വേറൊരു മാർഗം ഉണ്ടോ? ബാങ്ക് കൊള്ളടിച്ചാലും മതി, ബാങ്ക് കൂട്ടുപിടിച്ചാൽ മതി. വരുന്നുണ്ടോ ചോദിച്ചു. പിന്നെ അവരവിടെ കണ്ടിട്ടില്ല. നമുക്ക് ഇത് ആശ്രമമായിട്ട് കൊണ്ട് നടക്കണം. അന്ന് ഞാൻ നടരാജൻ ചേട്ടനോട് പറഞ്ഞു, ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരട്ടെ എന്ന്. നമ്മളായിട്ട് നിൽക്കണം, എന്നിട്ടുള്ള വളർച്ചയ്ക്ക്, എന്നിട്ടുള്ള ശോഭയ്ക്കേ ശോഭയുണ്ടാകുന്നുള്ളൂ എന്നർത്ഥം. ആണ് സത്യാനന്ദ സരസ്വതി അവർ പറഞ്ഞത്. നിങ്ങളെന്തിനാ ഹിന്ദു കടയിൽ പോയാൽ പോരെ? ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാൽ പോരെ? നീക്ക് ഞായറാഴ്ച അവധി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്തിനാടാ ഹിന്ദുക്കൾക്ക് ഞായറാഴ്ച അവധി? ഹിന്ദുക്കൾക്ക് അവർ ഗുരുവാരം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. നിങ്ങളുടെ തലയിൽ ആരോ കയറ്റി തന്നിരിക്കുകയാണ് ഞായറാഴ്ച അവധി. എന്തോന്ന് ഞായറാഴ്ച അവധി? അത് ക്രിസ്ത്യാനികൾ എടുക്കട്ടെ. അന്ന് അദ്ദേഹത്തെ പറഞ്ഞത് ഇവരുടെ കുറേ കർദിനാൾമാർ ഗൊണോറിയോസ്, സിഫിലിസ് അങ്ങനെ കളിയാക്കി പറഞ്ഞതാണ്. അന്ന് അദ്ദേഹം ഭീകരവാദിയാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് പ്രസക്തി ഏറി വരുന്നുണ്ടോ? ഉണ്ടോ ചിന്തിക്കുക. ഒരു സത്യം അവശേഷിക്കുന്നുണ്ട് ഇപ്പോൾ, പറയാതിരിക്കാൻ വയ്യ. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇവിടെ ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഹിന്ദു ഇന്ന് രണ്ട് കാലം നിവർന്ന് നടക്കുന്നത്, തല ഉയർത്തി നടക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ലവ് ജിഹാദിന് തുടക്കമിട്ടപ്പോൾ ഞാൻ CP ജനാർദ്ദനൻ പെരിന്തൽമണ്ണയിൽ ഗീത നടത്താൻ പോയപ്പോൾ അവിടെ പറഞ്ഞൊരു കഥയുണ്ട്. അവർ വീണ്ടും മുമ്പിലുള്ളതാണ്. ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ്. ആ കല്യാണത്തിന് ഞാൻ പോയി. അപ്പോഴെങ്ങനെ പറഞ്ഞ പെൺകുട്ടിയുടെ ചരിത്രമുണ്ടെന്ന്. അവിടെ ഒരു പയ്യൻ ഈ പെണ്ണിനെ നോക്കി കണ്ണടിക്കാറുണ്ട്, പേര് ചോദിക്കാറുണ്ട്. ഒരു സോൾ മറുപടി പറഞ്ഞു, എൻ്റെ പേര് പുഷ്പലത എന്നല്ല കേട്ടോ, ഞാൻ പിന്നെ പേര് പറയുന്നില്ല, അവൾക്കിപ്പം 4-5 കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും. എൻ്റെ പേര് പുഷ്പലത എന്നാടോ. ചെക്കൻ മുസ്ലിം ചെക്കനാണ്. എനിക്കൊരു സഹോദരനുണ്ട്, അവൻ്റെ പേര് പുഷ്പരാജ് എന്നാടോ. അവൻ RSകാരനാടോ. പിന്നെ ഒരിക്കലും അവൾ അങ്ങോട്ട് എന്താടോ എന്ന് ചോദിച്ചാൽ മുണ്ടൂല, തലയും താത്തി പോകുന്ന അർത്ഥം. RSകാർ വീട്ടിലുണ്ടെങ്കിൽ, അവിടെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവിടെ ഉമ്മമാർക്കൊന്നും പൊന്തില്ല. പിന്നെ അവർക്ക് പൊന്തില്ല വെച്ചാൽ തല പൊന്തില്ല എന്ന് അർത്ഥം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിനിപ്പോൾ തെറ്റിദ്ധരിക്കണ്ട. ഏതായാലും കേരളത്തിലിങ്ങനെ മതേതരത്വം പൂത്തൊലഞ്ഞ് അതിന് അവസരം ഒരുക്കുന്നതാരാ? സത്യാനന്ദ സരസ്വതിയുടെ ഭാഷ പറഞ്ഞാൽ ജന്തുക്കൾ തന്നെ. ഇപ്പോൾ പൂത്ത് തളിർത്ത് കായബലം വന്ന് പഴുത്ത് പാകമായി. അതിൻ്റെ ആ ഊറ്റമാണ് കണ്ടത്, തൊടുപുഴയിൽ കണ്ടത്. ഞങ്ങൾ ഭരിക്കും കേരളത്തിൽ, ഞങ്ങൾ പറയും നിയമങ്ങൾ. പറഞ്ഞത് വെറുതെ ആയില്ലല്ലോ. ലീഗ് ഭരിക്കും കേരളത്തിൽ, ലീഗ് പറയും നിയമങ്ങൾ. പറഞ്ഞത് വെറുതെ ആയില്ലല്ലോ. ഹിന്ദു സംസ്കാരം ഇന്ന് തീച്ചൂളയിലാണ്. ഹൈന്ദവർ കൂടുതലും നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കുന്നു. അധിക്ഷേപങ്ങൾ സഹിക്കുന്നു, അപമാനങ്ങൾ സഹിക്കുന്നു. ഇപ്പോഴിതാ സിന്ദൂരം തൊടാൻ പോലും അവകാശമില്ല. വസ്ത്രധാരണം ഹിജാബ് തന്നെ ഇട്ടേ മതിയാവൂ. തീവ്ര ഹിന്ദുത്വ ചിന്തയ്ക്ക് പ്രസക്തി ഏറി വരികയാണ്. കുറേയൊക്കെ സ്വയം കൃതാനർത്ഥം എന്ന് തന്നെ പറയണം. ഞങ്ങൾ പ്രബുദ്ധരാണ്, മതേതരരാണ്, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം. ഇത് പറയുന്ന ആരെന്നറിയോ? ഹിന്ദുക്കൾ മാത്രം. ഏതൊരു മുസ്ലിം അതിൻ്റെ കൂട്ടത്തിൽ പറയുമോ ഞങ്ങളിലില്ല ഇസ്ലാം രക്തം? എല്ലാവരും കൂടിയിട്ടാണ് ജാഥ നടത്തുന്നത്. സാമുദായിക സൗഹാർദ്ദ ജാഥയാണ്.
പക്ഷേ ഈ മൂന്നും വിളിച്ചു പറഞ്ഞ ഹിന്ദു മാത്രമാണ്. ഞങ്ങളില്ല ക്രിസ്ത്യനൊക്കെ പറയുമ്പോൾ അവന്മാർ നിശബ്ദരാ. അപ്പിക്കുപ്പായക്കാരെ വീട്ടുപണിക്ക് അവർ നിർത്തില്ല. ഒന്നാമത് ശമ്പളം കൂടെ കൊടുക്കണം, അവർക്ക് വലിയ പണക്കാരായില്ലേ. ഇന്നലെ ഹിന്ദു ഐക്യവേദി ഈ സ്ഥാപന ഉടമയ്ക്കെതിരെ പ്രതിഷേധ ജാഥ നടത്തി. 56% ഹിന്ദുക്കൾ കേരളത്തിലുണ്ട്. ഈ സാഹചര്യത്തിൽ പോലും മത തീവ്രവാദികളായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടിയിട്ട് തെരുവിലിറങ്ങുകയാണ് ഹിന്ദുക്കൾ. ഗതികേടെന്ന് പറഞ്ഞോട്ടെ, ഗതികേടല്ലേ? നിങ്ങൾ ഓർമ്മിക്കണം, കാശ്മീരിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷ ഹിന്ദുക്കൾ എത്ര സഹിച്ചു കാണും. അവിടെ ന്യൂനപക്ഷ ഹിന്ദുക്കൾ 56% ഹിന്ദുക്കൾ ഉള്ള കേരളത്തിൽ ഇങ്ങനെയാണ് ഗതിയെങ്കിൽ അവിടുത്തെ സ്ഥിതി എന്തായിരിക്കും വാസ്തവത്തിൽ? മൃഗതുല്യരായിട്ടല്ലേ അവിടെ ജീവിച്ച് കാണുക. ഇനി പ്രതികരിക്കണം, പല്ലും നഖവും ഉപയോഗിച്ച് പ്രതികരിക്കണം. ശീർഷ പരമാത്മാവ് പറഞ്ഞ പോലെ നിമിത്തമാത്രം ഭവസഭ്യസാജി, 2 കൈ കൊണ്ട് യുദ്ധം ചെയ്യുന്നവനായിട്ട് മാറണം. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനൊപ്പം ഉണ്ടാകും. പക്ഷെ ഇനിയും നോക്കി നിന്നാൽ കേരളത്തിലെ ഹിന്ദുക്കൾ ഒരു 3ാം വർഗമായിട്ട് മാറും. മുസ്ലിങ്ങളുടെ ദൃഷ്ടിയിൽ പോലും പെട്ടുകൂടാത്തവരായിട്ട് മാറും ഇവിടുത്തെ ഹൈന്ദവ ജനത. വഴിമാറിപ്പോകാൻ പറയും, അസ്പൃശ്യരായി മാറും, അയിത്തജാതിക്കാരായിട്ട് മാറും, കീഴാളന്മാരായിട്ട് മാറും. അപ്പിക്കുപ്പായം ഇട്ടിട്ട് പ്രേതരൂപികളായിട്ട് നടക്കേണ്ടി വരും ഹിന്ദുക്കൾക്ക്. കോഴിക്കോട് ഇരിങ്ങത്ത് ഷെറീഫ് കുമ്മേരിയുടെ ഉടമസ്ഥതയിലുള്ള ഗ്രീൻ ഓക്ക് ഇനി വേണ്ട. ഈ നാട്ടിൽ ഇനി വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയുമോ? ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ വേണ്ടെന്ന് തീരുമാനിക്കാൻ കഴിയുമോ? ഓക്കെ, ഏതായാലും ഇവിടെ ഇപ്പോൾ നമ്മുടെ TJ മോഹൻദാസില്ലേ, കേസിലകപ്പെട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് പ്രസക്തി ഏറി വരികയാണ്. ഞാൻ പറയുന്നതല്ല, നമ്മൾ കാണുന്നതാണല്ലോ. നിരത്തണം എല്ലാം, വേറെ മാർഗമില്ല. സത്യാൻസൽസിയുടെ വാക്കുകൾ ഓർമ്മിക്കാം. ഗതികെട്ടാലും നീ ഇവിടെ തുടരേണ്ടി വരും, അല്ല നീ എവിടെ പോകാനടാ ജന്തുവേ. യോഗിയെയും ബുൾഡോസറിനെയും കേരളത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹിന്ദുക്കൾ ഊർധ്വൻ വലിച്ചു തുടങ്ങി. ഇനിയും വൈദ്യനായ ഒരുവൻ്റെ, സദാ യോഗിയായിട്ടൊരുവൻ്റെ, ഒരു അവതാര പുരുഷനായ ഒരുവൻ്റെ സമാഗമത്തിന് വൈകിച്ചുകൂടാ. നമുക്ക് പ്രാർത്ഥിക്കാം, മനസ്സുരുകി പ്രാർത്ഥിക്കാം. ജയ് ശ്രീറാം, ജയ് ബജ്രംഗ് ബലി, ജയ് മോഡിജി, ജയ് യോഗിജി, ഭാരത് മാതാ കി ജയ്. നമസ്കാരം.